നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല എരിവും നല്ല ടേസ്റ്റും ഒക്കെ ഉള്ള ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ പലഹാരം. ഇത് ഫ്രൈ ചെയ്ത് അധികം ദിവസത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ അതുണ്ടാക്കാൻ 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇടിമുളക് ചതച്ച മുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് എരിവുള്ളൊരു സ്നാക്കാണ്. ഇനി ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആയാലും മതി. ഇനി ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് ബട്ടറാണ്. ഞാനൊരു പീസ് ബട്ടർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെൽറ്റ് ചെയ്തും ചേർത്ത് കൊടുക്കാം. മെൽറ്റ് ചെയ്യുമ്പോൾ ഏതാണ്ട് 2 ടേബിൾ സ്പൂണോളം ഉണ്ടാകും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം നമുക്ക് നെയ്യ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. പക്ഷെ ബട്ടർ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം നന്നായി കൈവച്ചൊന്ന് തിരുമിയെടുത്തതിന് ശേഷം നമുക്കിത് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1 കപ്പ് മൊത്തം നമുക്ക് ആവശ്യം വരില്ല, 1/4 കപ്പോളം വെള്ളം മതി. അപ്പോൾ ആവശ്യമനുസരിച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊട്ടും കൂടി പോവാതെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നമുക്ക് കുഴച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഒരുവിധം കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരോട്ട് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാനുള്ളതാണ്. ഒരു അരമണിക്കൂറെങ്കിലും കുറഞ്ഞത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ നമുക്ക് മൂടി വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിപ്പം 1/4 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് ഒന്ന് കുഴച്ചാൽ മതി. നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് കുഴച്ചിട്ട് ഇതൊന്ന് ഉരുളകളാക്കി ഒന്ന് പരത്തിയെടുക്കാം. ഇപ്പം മാവെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലുതായിട്ട് പരത്താൻ പറ്റുമെങ്കിൽ നമുക്ക് വലിയ ഉരുളകളാക്കി എടുക്കാം, അല്ലെങ്കിൽ ചെറുതെടുത്താലും മതി കേട്ടോ. ഈക്വൽ ഷേപ്പ് ആക്കണമെന്നില്ല, നമ്മുടെ ഇഷ്ടമനുസരിച്ചൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് കുറച്ച് മൈദയോ അരിപ്പൊടിയോ തൂത്ത് കൊടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. വല്ലാണ്ട് തിന്നാക്കണ്ട. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നതിനേക്കാളും കുറച്ചും കൂടെ കനം കുറച്ചിട്ട് വേണം കേട്ടോ പരത്താനായിട്ട്. അതായത് സമൂസ ഷീറ്റ് പോലെയൊന്നും പരത്തേണ്ട ആവശ്യമില്ല, അതിനേലും കുറച്ച് കട്ടിയിൽ പരത്താം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. ഞാനിടുന്ന പുതിയ റെസിപ്പീസും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇത് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടണമെന്നില്ല കേട്ടോ. കുറച്ച് ഷേപ്പ്ലെസ് ആയാലും കുഴപ്പമില്ല. ഇതുപോലത്തെ ഒരു കുപ്പിയുടെ മൂടി വെച്ചിട്ട് നമ്മളിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മളിത് റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഡയമണ്ട് കട്ട്സിൻ്റെ ഷേപ്പിലും എടുക്കാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അതുപോലെയല്ല കേട്ടോ, എൻ്റെ ഡിഫറെൻ്റ് ആണ്. നല്ല അടിപൊളി, അതിനേലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ റൗണ്ട് ഷേപ്പിലുള്ളതെല്ലാം നമുക്ക് എടുത്തിട്ട് ഒരുമിച്ച് ഫ്രൈ ചെയ്യാം. എന്നിട്ട് ബാക്കി വന്നതുണ്ടല്ലോ അത് നമ്മൾക്ക് വീണ്ടും പരത്തേണ്ട കാര്യമില്ല കേട്ടോ. ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിതെല്ലാം കളക്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചിപ്സൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഇളക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ നമുക്കിത് മൊരിഞ്ഞ് വരും കേട്ടോ. ഒരുപാട് സമയമൊന്നുമില്ല. പിന്നെ ഒരുപാട് കളറ് മാറാൻ നിൽക്കേണ്ട, വല്ലാണ്ട് ബ്രൗൺ ആകേണ്ട കാര്യമില്ല കേട്ടോ. അതിനു മുമ്പ് നമുക്കിത് കോരിയെടുക്കാം. വല്ലാണ്ട് കട്ടി ഉണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് കിട്ടാൻ കുറച്ച് താമസം വരും, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ടിരുന്നോളും. പിന്നെ ദിവസങ്ങളോളം ഇത് കേടാവാതെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഷേപ്പിലുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഓണത്തിന് മാത്രമല്ല അല്ലാതെയും വെറുതെ ഇരിക്കുമ്പം കുറിക്കാൻ പറ്റിയ നല്ല അടിപൊളി നല്ല ടേസ്റ്റി സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.